നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ എസ്റ്റവായോ വില്യനെ പുതിയ താരമായിട്ട് ചെൽസി റിവീൽ ചെയ്തു. അവൻ വളരെ ഹാപ്പിയിലാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തിയാഗോ സിൽവയുമായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് തിയാഗോ സിൽവ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ തുറന്നു പറയുന്നുണ്ട്. എസ്റ്റവായോ വില്യൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ ഫീൽ വെരി റിവാർഡിങ് ടു റെപ്രസെൻറ്റ് ചെൽസി. ലോകത്തെ വലിയ ക്ലബ്ബുകളിൽ ഒന്നാണിത്. തീർച്ചയായിട്ടും ഏതാണ്ട് 1.5 കൊല്ലക്കാലം ഞാൻ ഇവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിൽ ഞാൻ വളരെ അധികം മികച്ച രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഷേപ്പ് പോസിബിളി ഏറ്റവും ബെസ്റ്റ് ഷേപ്പിൽ ഇവിടെ എത്താൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ എക്സൈറ്റഡ് ആണ്. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ സ്റ്റേജുമാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. തീർച്ചയായിട്ടും എനിക്ക് നല്ല രൂപത്തിൽ പോസിബിളായിട്ടുള്ള ഏറ്റവും നല്ല രൂപത്തിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തിയാഗോ സിൽവയുമായിട്ട് സംസാരിച്ച കാര്യം പറയുകയാണ്. ഞാൻ ചെൽസിക്ക് വേണ്ടി സൈൻ ചെയ്തതിന് ശേഷം 2024 ഫൈനൽ ഗെയിമിൻ്റെ സമയത്ത് ഞാൻ തിയാഗോ സിൽവയ്ക്കെതിരെ കളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് ഞാൻ ചെൽസിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ചെൽസിയിലെത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഇൻക്രെഡിബിൾ സ്ട്രക്ചറുള്ള ഒരു ഇൻക്രെഡിബിൾ ക്ലബ്ബാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് യാഥാർത്ഥ്യമാണ് എന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. ഏതായാലും ഇവിടെ മുമ്പ് ബ്രസീലുകാർ ചരിത്രം കുറിച്ചവരുണ്ട്. അവരുടെ വഴി എനിക്കും പിന്തുടരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഐ ഹോപ്പ് ടു ഫോളോ ദോസ് ഹൂ റോട്ട് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഹിയർ അറ്റ് ചെൽസി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് ബ്രസീലിൻ്റെ വണ്ടർ കിഡ് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് കളിക്കാൻ എത്തുന്നത്. അവൻ്റെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.